ഇപ്പോൾ ജോസ് കെ മാണിയുടെ പ്രതികരണം ഇതേ വിഷയത്തിൽ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക് എല്ലാ ദിവസവും വിവാദങ്ങളുണ്ടല്ലോ. വിവാദങ്ങൾ പലതും മാധ്യമങ്ങളങ്ങ് സൃഷ്ടിക്കുകയാണല്ലോ. അപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും. വിവാദങ്ങൾ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നു എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഒറ്റ വരിയിലുള്ള ഒരു പ്രതികരണം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, നിങ്ങൾ മുന്നണിയിൽ വിധേയപ്പെട്ട് നിൽക്കുകയാണ് എന്നതാണ് ഉയരുന്ന പ്രധാന ആക്ഷേപം. തോമസ് ചാഴിക്കാടിനെ പരസ്യമായി മുഖ്യമന്ത്രി ആ രീതിയിൽ അപഹസിച്ചിട്ടും പരിഹസിച്ചിട്ടും കുറ്റം പറഞ്ഞിട്ടും നിങ്ങൾക്ക് അതിലൊന്നും ശബ്ദമുയർത്താൻ കഴിയുന്നില്ല. ഒപ്പം നിങ്ങളുടെ ഏറ്റവും വലിയ വിഷയം അല്ലെങ്കിൽ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് ആയിട്ടുള്ള ക്രൈസ്തവ സമൂഹത്തിനാകെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അതിന്റെ മതമേലധ്യക്ഷന്മാരെ അധിക്ഷേപിച്ച് സംസാരിക്കുമ്പോൾ പോലും ശക്തമായി അതിനോട് പ്രതികരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. ഇതാണ് ഉയരുന്ന ആക്ഷേപം. അങ്ങനെ ഒരു വിധേയപ്പെടൽ നിങ്ങളെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ടോ? ഒരിക്കലുമില്ല. കേരള കോൺഗ്രസ് അതിന്റെ വ്യക്തിത്വവും രാഷ്ട്രീയ നിലപാടുകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ നയങ്ങളും തീരുമാനങ്ങളുമാണ് എന്നും എടുത്തിട്ടുള്ളത്. അത് ഇന്നലകളിൽ മാണി സാറിന്റെ നേതൃത്വത്തിലാണെങ്കിലും ഇന്ന് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലാണെങ്കിലും അതേ നിലപാടുകൾ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിൽ വെള്ളം ചേർക്കുന്ന യാതൊരു സമീപനവും കേരള കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ സജി ചെറിയാന്റെ പ്രസ്താവനയെ തള്ളിപ്പറയാൻ ലവലേശം ആശങ്ക കൂടാതെ തള്ളിപ്പറയാനായിട്ട് തയ്യാറായത്. ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായി പോകുന്നു എന്നതിനപ്പുറം പാർട്ടിയുടെ കർഷക മേഖലയോടുള്ള പ്രതിബദ്ധതയായാലും ശരി, മറ്റു തരം ജനകീയ വിഷയങ്ങളിലുള്ള പാർട്ടിയുടെ നിലപാടുകളിലായാലും ശരി, ഒരു തരിമ്പും വെള്ളം ചേർക്കാതെയുള്ള തികച്ചും കൃത്യമായ നിലപാട്. ഇവിടെ ഇപ്പോൾ ഇടതു മുന്നണിയിൽ നിങ്ങൾ ഭയപ്പെട്ട് നിൽക്കുകയാണ്. അഭിപ്രായം പറഞ്ഞാൽ അപ്പോൾ നിങ്ങളെ ചവിട്ടി പുറത്തു കളയും എന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾ നേരിടുന്നത് എന്ന് സജി മഞ്ഞക്കടമ്പിൽ ഉൾപ്പെടെയുള്ളവർ അല്പം മുമ്പ് പറഞ്ഞു. അങ്ങനെ ഒരു ഭയപ്പാടിന്റെ സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചുണ്ടോ? നിങ്ങളൊരു അനിവാര്യരല്ല മുന്നണിക്ക് എന്നൊരു തോന്നലുണ്ടോ നിങ്ങൾ? മറുപടി പോലും അർഹിക്കാത്ത ഒരു പ്രസ്താവനയാണത്. നല്ല നിലയിൽ കേരള കോൺഗ്രസ് പാർട്ടി ഇടതുപക്ഷ മുന്നണിയിൽ ഇന്ന് പോകുന്നുണ്ട്. പാർട്ടിക്ക് അർഹമായ കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. പാർട്ടി പറയുന്ന അഭിപ്രായങ്ങൾക്ക് മുന്നണി വില കൽപ്പിക്കാറുണ്ട്. അതനുസരിച്ചുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇതിലുപരി ഈ പറയുന്ന ആക്ഷേപങ്ങളൊക്കെ തികച്ചും ബാലിശമായ രാഷ്ട്രീയ ഗൂഢലക്ഷ്യത്തോടെയുള്ള വാദഗതികൾ എന്നതിനപ്പുറം ഒരു കഴമ്പും ഒരു അടിസ്ഥാനവുമുള്ള കാര്യമല്ല. അത് നിഷ്പക്ഷമായി രാഷ്ട്രീയ രംഗം വിലയിരുത്തുന്ന എല്ലാവർക്കും കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. രാഷ്ട്രീയ പ്രതിയോഗികളുടെ ഒരു വാദമുഖം എന്നുള്ളതിനപ്പുറം അതിലേക്ക്